ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നവർ പറഞ്ഞു ഞാൻ കൊടുത്തു, ഇവർക്ക് ജോലി കൊടുത്തു, ഇവർക്ക് ഫ്രീഡം കൊടുത്തു, അവരെ സ്നേഹിച്ചു, അവരെ കൂടെ കൊണ്ട് നടന്നു, അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു, പക്ഷെ എന്നെ ക്രൂശിക്കുവാണ്. ഞാൻ അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇനി ആ തെറ്റിലോട്ട് ഞാൻ പോണോ? ഇത്രയും പെൺകുട്ടികൾക്ക് ജീവിതം കൊടുത്തൊരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങൾ പടുത്തുയർത്തിയതാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഒരു ടോർച്ചർ കൊണ്ടിട്ട് ഞങ്ങളുടെ എല്ലാവരും ജീവിതം ഇപ്പൊ വഴിമുട്ടി നിൽക്കുന്നത്. ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് പകുതി വഴിക്ക് നിൽക്കുന്നത്. അത് ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിന്റെ പുറത്തെ ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഇട്ടിട്ട് പോവാം. ഞങ്ങൾ ആരും പോയിട്ടില്ല. കാരണം ഞങ്ങൾ ആ രീതിയിലല്ല ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമറിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായാൽ എനിക്ക് ദേഷ്യം വരും. ഇവര് വന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി, ഞാൻ കസ്റ്റമറെ കൊടുക്കുവാണ്. അപ്പൊ എന്റേതായിട്ടുള്ള ഒരു കുഞ്ഞു റൂൾ എനിക്ക് വെക്കാൻ പറ്റത്തില്ല എന്റെ സ്ഥാപനത്തിൽ. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ബിസിനസ്സിൽ ഇത്രയും കൊണ്ടുവന്നിട്ട് ഒരു കൊച്ചിനെ തല്ലി എന്റെ ഇമേജ് മൊത്തം കളയാൻ ഞാൻ നോക്കുക. അങ്ങനെ തല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്ന പിള്ളേർ പിന്നെ എന്റെ കൂടെ നിൽക്കുക. അവരിത് കാണുമല്ലേ? കോൾ എടുക്കാതിരിക്കുക, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക. ആ സമയത്ത് അവരവരുടെ ലവറിനെ വിളിച്ചുകൊണ്ടിരിക്കുക, പല കാര്യങ്ങൾ ചെയ്താൽ എന്റെ കസ്റ്റമർ എന്റെ വീഡിയോ കണ്ട് കാത്തു നിൽക്കുക. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ ആദ്യ കാലങ്ങളിൽ ഞാൻ പരസ്യം ചെയ്തപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ആക്രമണം എന്ന് തന്നെ പറയാം നമുക്ക് നേരെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ, എൻ്റെ നാട്ടിലാണെങ്കിൽ തന്നെയും നമ്മൾ മറ്റൊന്നിനും ഒരു ഇത് ഉള്ള ആൾക്കാരല്ല. അപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, പലരുടെയും വോയിസ് ക്ലിപ്പുകൾ നമുക്ക് ലീക്ക് ആയിട്ടുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് അവർ കുറേ നാളായിട്ട് ഒലീവിയെ ടാർഗറ്റ് ചെയ്യുവാണ്, ഒലീവിയുടെ വിലക്കുറവ് അത് മറ്റുള്ളവർക്ക് പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഇന്നലെ ഇപ്പോൾ ഒരു ലൈവിൽ വന്നപ്പോൾ അതിൽ വന്നിരിക്കുന്നതിനകത്തും ആ മേഡത്തിൻ്റെ അടുത്തും പേഴ്സണലി ചെന്നിരിക്കുന്നത് ഒലീവിയുടെ വിലക്കുറവാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് റേറ്റ് കൂട്ടി കൊടുക്കണം, അവരത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ഈ ഒരു ഇതിനെ ആസ്പദമാക്കി ഇതിനെ പൂട്ടിക്കണം. ഇതാണ് ഇതിനകത്ത് ആ വീഡിയോക്കകത്ത് വരുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ വരുന്ന സ്റ്റാഫുകളെ മാക്സിമം 3 മാസം വരെ നിൽക്കാറുണ്ട്. അവരെ മേഡം ടോർച്ചർ ചെയ്യാറുണ്ട്, തല്ലിക്കാറുണ്ട്. അതായത് സീനിയർ സ്റ്റാഫുകളെ കൊണ്ട് തല്ലിക്കാറുണ്ട്. ഇവിടെ ഒന്നും കിട്ടുന്നില്ല, കിട്ടിയാൽ തന്നെ അവർ അതിന്റെ ഫീസ് ഇതിന്റെ ഫീസ് എന്നും പറഞ്ഞ് വാങ്ങിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കമ്മീഷൻ ബേസിലാണ് സ്റ്റാഫുകളെ എടുക്കുന്നത്. നമുക്ക് സാലറി ആയിട്ടുള്ളത് ഒരു 7-8 പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും തന്നെ കമ്മീഷൻ ബേസിലുള്ളവരാണ്. ഓൺലൈൻ സ്റ്റാഫ് രണ്ടായിട്ടാണ്. ഷോപ്പിലുള്ളവർക്ക് ഞാൻ ഈ ഒരു പരസ്യമോ ഈ പരസ്യവുമായി ബന്ധപ്പെട്ട എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഓൺലൈൻ ഓഫീസിന്റെ പരസ്യമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പരസ്യം കൊടുത്തു കഴിയുമ്പോൾ ജോബിന് അവർ മെസ്സേജ് ഇടുമ്പോൾ തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ റൂൾസ് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് അവർക്ക് അങ്ങോട്ട് ചെല്ലും. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് ഇന്റർവ്യൂവിന് വന്നാൽ മതി. ഇന്റർവ്യൂ വന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് പീരീഡിൽ ഇവരോട് യാതൊരു കാരണവശാലും നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ട് മനസ്സിലാക്കി പോയാൽ മതി. ആ 15 ദിവസവും കഴിഞ്ഞ് ഇവരിവിടെ ഓക്കെ ആണെന്ന് പറയുമ്പോഴാണ് പേരൻസിനെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് ജോലി കൊടുക്കുന്നത്. കമ്മീഷൻ ബേസ് ആണ്. ഇവരാരും തന്നെ ഫീൽഡിൽ പോയി ഒരു കസ്റ്റമറെ കണ്ടുപിടിക്കുകയോ ഇവർ രാവിലെ തൊട്ട് ഓരോ കസ്റ്റമറെ കൊണ്ടുവരണോ എന്നുള്ള റൂളൊന്നുമില്ല. ഫോണുമായിട്ടിരുന്നാൽ മതി, ഞാൻ കസ്റ്റമറിനെ കൊടുക്കും, അവർ ഓർഡർ എടുക്കുന്നു, അതിൻ്റെ 10% കമ്മീഷൻ അവർ മേടിക്കുന്നു. എനിക്ക് 3 വീഡിയോസ് ഉണ്ട്. ഈ 3 വീഡിയോസ് 4 വീഡിയോസ് ഇടാൻ പറ്റും, അത്രയും ക്വാണ്ടിറ്റിയിലാണ്. അപ്പുറത്ത് നിന്ന് നോക്കിയാൽ മതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവർക്ക് അത്രയും ഓർഡർ കിട്ടും. 30 ഓർഡർ കിട്ടിയാൽ ഒരു കുട്ടിക്ക് ഡെയിലി എത്ര രൂപ കിട്ടിയെന്ന് നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് എൻ്റെ കസ്റ്റമറിന് കൊടുക്കാനുള്ള പ്രോഡക്റ്റ് അവർക്ക് പറ്റുന്നില്ല. അത്രത്തോളം എൻക്വയറി അവർ. ആ വീഡിയോക്കകത്ത് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഒരു മാസം എനിക്ക് ഏകദേശം ഒരു 48,000 രൂപയോളം കിട്ടാറുണ്ട്. ആക്ച്വലി അത്രയും പേരും നമുക്ക് വരും. 40,000 അപ്പുറത്തേന്ന് ചോദിച്ചോ. ഞാനിപ്പം ഈ ഇന്റർവ്യൂവിന് വരും, ഇപ്പൊ കുറെ പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കെതിരെ പറയുന്നവർ നിങ്ങൾക്ക് ഇവിടെ വരാം. ഞാനല്ല ഇതിന് മറുപടി തരാൻ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അവരുടെ ഈ പ്രൂഫ് ഉണ്ട്, അവരുടെ അക്കൗണ്ടിലോട്ട് വന്നിരിക്കുന്ന സാലറിയുടെ ചെക്കിന്റെ പ്രൂഫ് അവർക്കുണ്ട്. പക്ഷെ ഇവര് അതിനകത്ത് പറയുന്ന ഒരു കാര്യം പലരും പുറത്തു പറയത്തില്ല, നിങ്ങളത് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ഈ സ്റ്റാഫുകളെ. അവരുടെ എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് പോകുന്ന അക്കൗണ്ട് ത്രൂ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാനത് ഇൻസ്റ്റഗ്രാമില് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇവരുമായിട്ട് വളരെ ജോളിയായിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് പിന്നെ പാട്ട് റിയല് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് വിചാരിച്ചു എന്ത് പറ്റി, നമുക്കും അങ്ങൊരു ധാരണയില്ല, കാര്യം നമ്മൾ അടൂരാണ്. ഒരാളുടെ വളർച്ചയാണല്ലോ മറ്റൊരാൾക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ എവിടെയെങ്കിലും അറ്റത്ത് ഇങ്ങനെ ഇതായിട്ട് ഇരുന്നായിരുന്നെങ്കിൽ ആർക്കും പ്രശ്നമില്ല. ഞാനിപ്പോ സമൂഹത്തിൽ എൻ്റെ സ്ഥാപനം നല്ലൊരു ഇമേജായി, എനിക്ക് അതുപോലെ ബിസിനസ് ഉണ്ട്, റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ
അതിന് മറ്റുള്ളവർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല, അവർക്ക് അതുപോലെ വരാൻ പറ്റില്ല. അപ്പൊ അവർക്കിപ്പം എന്നെ ഒരു കൂട്ടം ചേർന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരിടത്തും വിശദീകരണം കൊടുക്കേണ്ട. ഇപ്പം ചിലർ പറയും, ചിലർ വരുമ്പോഴത്തേക്ക് വെള്ള പൂശാനായിട്ട് നോക്കിപ്പിക്കുന്നു. ഞാൻ ഇലക്ഷൻ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. എനിക്ക് മറ്റൊരു സർട്ടിഫിക്കറ്റും കിട്ടിയിട്ട് യാതൊരു കാര്യം, ഞാൻ കൊടുക്കുന്ന ഡ്രസ്സാണ്, അത് റേറ്റ് കുറവിലാണെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സ് ഇന്നും എൻ്റെ കൂടെ ഉണ്ട്, അവരെടുക്കും. പിന്നെ ഈ പിള്ളേരാണ് പ്രശ്നം, അവരെ എല്ലാവരോടും ഒഴിവാക്കി തന്നോ, ഞാൻ ജോലി മാറ്റിയിട്ട് എനിക്ക് വെബ്സൈറ്റിൽ കൂടെ പോകാൻ വളരെ ഈസിയാണ്, എനിക്ക് ഇത്രയും എക്സ്പെൻസ് വരുന്നില്ല, ഞാൻ ഈ വീഡിയോ ചെയ്തോളാം, എനിക്ക് ക്വാണ്ടിറ്റി ഇതിൽ കുറച്ചാൽ മതി, ഞാൻ എൻ്റെ കസ്റ്റമർക്ക് ആ ഒരു റേറ്റിന് പ്രോഡക്റ്റ് കൊടുത്തോളാം. അവർ തുണി നല്ലതാണെങ്കിൽ ഈ തുണിയെ കുറിച്ചിട്ടല്ല പരാമർശം വരുന്നത്, ഞാൻ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടല്ല, അതൊരു കസ്റ്റമറും പറയത്തില്ല. അപ്പൊ എനിക്ക് ആ ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യം ഓക്കെ ആണെങ്കിൽ ഞാൻ അത് ചെയ്തോളാം. എനിക്ക് ഈ വീഡിയോ കാണുന്നവരോടും ഈ നെഗറ്റീവ് പറയുന്നവരോടും, നിങ്ങൾ ഇത്രയും പിള്ളേരെ വന്ന് കൊണ്ടുപോയിക്കോ, എവിടെയാന്ന് വെച്ചാൽ ജോലി വാങ്ങിച്ചു കൊടുത്തോ, അവർക്ക് ഈ ഫ്രീഡം ഈ സാലറിയും കൊടുത്തു. എൻ്റെ തലേന്ന് ഈ ഒരു ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു രീതി, അതായത് സ്റ്റാഫുകളെ കൊണ്ട് അതൊന്ന് ഒഴിവാക്കി തന്നെ ഞാൻ ഓക്കെയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ ഫുഡും അക്കോമഡേഷനുമാണ്. അതിനകത്ത് ആ കിട്ട വോയിസ് ക്ലിപ്പിനകത്ത് പറയുന്നത് ആ കുട്ടിയുടെ ഏറ്റവും മെയിൻ പ്രശ്നം 1 ഫുഡ്, 2 അക്കോമഡേഷൻ, 3 കസ്റ്റമർ കംപ്ലൈന്റ്. ഇത് 3ഉം കാരണം ഇനി അവിടെ 50,000 കിട്ടിയാലും 1 ലക്ഷം കിട്ടിയാലും ഇവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മളുടെ പൈസ പിടിക്കുക. കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കസ്റ്റമറിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായാൽ എനിക്ക് ദേഷ്യം വരും. അതെന്ന് പറഞ്ഞാൽ ഞാൻ അടൂരിൽ ഇപ്പൊ ഏകദേശം ഒലിവിയ വന്നിട്ട് 19-20 വർഷമായി. അത് ആ നാട്ടുകാരുടെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്, എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ടാണ് ഒരു ചെറിയ റൂമിൽ നിന്ന് അത്രയും വലിയൊരു പൊസിഷനിലേക്ക് അത് മാറിയത്. ഈ 3 വർഷം കൊണ്ട് ഞാൻ ഓൺലൈനിൽ എന്നെ എല്ലാ മലയാളികളുടെ ഇടയിലും ആൾക്കാരുടെ ഇടയിൽ എൻ്റെ കുർത്തീസ് പോയത് ഞാൻ കൊടുക്കുന്ന ആ കസ്റ്റമർ ഇല്ലെങ്കിൽ ഞാനില്ല, ഒലിവിയ ഇല്ല, കസ്റ്റമർ ഇല്ലെങ്കിൽ ഇല്ല. അത്ര ഒരു അസറ്റ് ഒലിവിയക്ക് ഉണ്ട്. കാരണം വീഡിയോ വന്ന് 15 മിനിറ്റിൽ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും സ്റ്റോക്ക് കഴിയുന്നെന്ന് പറഞ്ഞ എൻ്റെ കസ്റ്റമർ സപ്പോർട്ടാണ്. ആ കസ്റ്റമേഴ്സ് ഇവരിൽ കൂടാണ് ഓർഡർ എടുക്കുന്നത്, ഈ സ്റ്റാഫ് ഞാനല്ല. ഞാൻ വന്ന് എൻ്റെ ഡ്രസ് വീഡിയോ ചെയ്യുന്നു, ഞാൻ പോകുന്നു, ഓർഡർ കൊടുക്കുന്ന ഇവരാണ്. ഇവർ ആ സമയത്ത് കസ്റ്റമറിനെ ബ്ലോക്ക് ചെയ്ത് വിടുക, കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്യുക, എന്തോരം കംപ്ലൈന്റ് ആണ് എൻ്റെ കംപ്ലൈന്റ് നമ്പറിൽ വന്ന് കിടക്കുന്നത്. കോൾ എടുക്കാതിരിക്കുക, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, ആ സമയത്ത് അവർ അവരുടെ ലവറിനെ വിളിച്ചുകൊണ്ടിരിക്കുക, പല കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ കസ്റ്റമർ എൻ്റെ വീഡിയോ കണ്ട് കാത്തു നിൽക്കുക. അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ ഓരോ സ്റ്റാഫിനോടും പിന്നെ ഒന്നും പറയാതെ അവരെ ഇതാക്കണം, അതാണോ എല്ലാ ബിസിനസ്, അത് ഞാൻ പറയും. കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ കണ്ടുകൊണ്ടാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്, ഇവർക്ക് കമ്മീഷനാണ്. ആ കസ്റ്റമർ അത്രയും പ്രോഡക്ട്സ് എടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് മാസം ആ ഒരു എമൗണ്ട് കിട്ടും. കസ്റ്റമർ കംപ്ലൈന്റ് ഞാനെന്നല്ല, കേരളത്തിലെന്നല്ല, ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും അസറ്റ് എന്ന് പറയുന്ന കസ്റ്റമറാണ്, കിങ് ആണ്. ആ കസ്റ്റമർക്ക് ഒരു മോശ സ്വഭാവം ഉണ്ടായാലും ഒരു കടക്കാർക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഞാനെന്നല്ല ആർക്ക് സഹിക്കാം. അത് സ്റ്റാഫുകളോട് പറഞ്ഞ് മനസ്സിലാക്കും. ഇപ്പൊ രാവിലെ അവരെ വിളിച്ചിട്ട് മീറ്റിംഗ് കൊടുത്തിട്ട് നിങ്ങൾ ഇന്ന് ഇത്ര ഓർഡർ പിടിക്കണം, നിങ്ങൾ ഇന്ന് ഇത്ര കസ്റ്റമറിനെ കൊണ്ടുവരണം, നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങണം, ഇതൊന്നും അല്ല ഞാൻ ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ കസ്റ്റമർക്ക് കംപ്ലൈന്റ്, അത് എൻ്റെ ഒരു റൂളാണ്. അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ബിസിനസ് അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ ഞാൻ പരസ്യം ചെയ്തപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അന്ന് എൻ്റെ പ്രോഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 599, 699 ഒക്കെ ആയിരുന്നു. ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാനിത് 499 ആണ് എൻ്റെ ഏറ്റവും വലിയ റേറ്റ്. കുറച്ചു 100 രൂപ വീതം കുറച്ചു. പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആക്കി, ഓൾ ഇന്ത്യ. DTDC എന്ന് പറയുന്നൊരു പ്ലാനം ഡബിൾ ആയി. കാരണം 599 കൊടുത്തപ്പോൾ ഒരെണ്ണം എടുക്കുന്ന സ്ഥാനത്ത് 499 ആക്കിയപ്പോൾ അവർക്ക് 5 ഓർഡർ കൂടെ എക്സ്ട്രാ വരും. അപ്പൊ അവരുടെ എമൗണ്ട് കൂടിയപ്പോൾ അവർക്ക് നിസ്സാരൊരു തുക ഫുഡിന് കൊടുക്കാൻ പറ്റും. അത് ഞാൻ മാറ്റി. അത് പിന്നീട് വരുന്ന ഒരു പരസ്യത്തിലും ഫുഡ് എന്നൊരു കാര്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അല്ല, ഇതിനകത്തെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ദിവസം കഴിയുമ്പോഴും ഈ റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. കാര്യം ഏത് പ്രോഡക്റ്റ്, ഇപ്പൊ അരി ആയാലും ഇനി ഈ ലോകത്ത് എന്ത് പ്രോഡക്റ്റ് എടുത്താലും ഈ സമയത്ത് 2024 1 രൂപയെങ്കിലും കൂടിയിട്ടേ ഉള്ളൂ. പക്ഷെ ഒലീവിയയിൽ അങ്ങനല്ല, റേറ്റ് കുറവാണ്. ഇപ്പം പോലും മേഡം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അത് മേഡത്തിന് അത് മുതലാവുന്നുണ്ടോ? എനിക്ക് മുതലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഈ ഒരു ഇതാ പറഞ്ഞത് വെബ്സൈറ്റിൽ കൂടെ കയറേണ്ട ഈ ഒരു ഇത് സ്റ്റാഫുകളിൽ കൂടെ പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. ആ ബിസിനസ്സിൽ ഇത്രയും കൊണ്ടുവന്നിട്ട് ഒരു കൊച്ചിനെ തല്ലി എൻ്റെ ഇമേജ് മൊത്തം കളയാൻ ഞാൻ നോക്കുക. അങ്ങനെ തല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്ന പിള്ളേർ പിന്നെ എൻ്റെ കൂടെ നിൽക്കുക. അവരിത് കാണുമല്ലേ, അവരും മനുഷ്യരല്ലേ. അയ്യോ അപ്പൊ നാളെ ഞങ്ങൾക്കും ഇതായിരിക്കും അനുഭവം. സത്യാവസ്ഥ അവർക്കറിയാം. അതിപ്പോ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ, നമ്മുടെ നാട്ടിലല്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ഥാപനം രക്ഷപ്പെട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അതിനെ ഏറ്റവും നല്ല പൊതി കൊണ്ടുപോകാനേ നമ്മൾ ചെയ്യത്തുള്ളൂ. എങ്കിൽ പിന്നെ ഈ പിള്ളേരെ എല്ലാം എന്റെ അടുക്കളയിൽ വിളിച്ചിരുത്തി ആഹാരവും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണ്ടല്ലോ. അതെ. അല്ല, ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്.
ഒരു എഗ്രിമെന്റിനെ കുറിച്ച്. ആക്ച്വലി എന്താണ് ആ എഗ്രിമെന്റ്? ആദ്യ സമയങ്ങളിൽ ഞങ്ങൾ ഈ തുടക്ക സമയത്ത് നമ്മൾ ഇതുപോലെ 1 ഇയർ നിൽക്കണമെന്ന് പറയും. ആ 1 ഇയർ നിൽക്കണമെന്ന് പറഞ്ഞവരൊക്കെ തന്നെയാണ് ഈ 3-4 മാസം കഴിയുമ്പോൾ പോയിട്ടുള്ളത്. നമ്മൾ അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നുമില്ല, പിന്നെ അവരുടെ പിറകെ ഒന്നും പോയിട്ടൊന്നുമില്ല. അപ്പൊ അത് നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമറിനെ കൊടുക്കുന്നു. ഈ കസ്റ്റമറെ വെച്ചിട്ടാണ് ഇവർ ബിസിനസ് ചെയ്യുന്നത്. ഇവരൊരു സുപ്രഭാതത്തിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങളും കസ്റ്റമറുടെ ഇവരുടെ കയ്യിലാണ്, എനിക്കൊന്നുമില്ല. അപ്പൊ ഈ എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നവരുണ്ട് പ്രോഡക്ട്സ്, ഗൾഫിലും അവിടെയൊക്കെ ഉള്ളവർ. അല്ലാത്തവരാണെങ്കിലും പുറത്ത് കൊണ്ടുപോയി അയക്കും, പല രീതിയിൽ പറയും. ഈ പ്രോഡക്റ്റുമായിട്ട് ഇവർ പോയി കഴിഞ്ഞാൽ കസ്റ്റമർ കംപ്ലൈന്റുമായിട്ട് വരുന്നത് എൻ്റെ ഓഫീസ് നമ്പറിലോട്ടാണ്. ഇന്ന കുട്ടിയുടെ ഓർഡർ കിട്ടിയില്ല. ചിലപ്പോൾ ഇവർ തരുന്നത് 1 മാസം വേണം വന്നു 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഈ കസ്റ്റമർ കംപ്ലൈന്റുമായിട്ട്. അപ്പോൾ ഈ കുട്ടി പോയി. അപ്പം ഒരു ടോപ്പിന് ഈ ചെറിയ റേറ്റ് കൊടുത്തിട്ട് ഞാൻ ഇത്രയും പേരുടെ, അതായത് ചെറിയ റേറ്റിലും കൊടുത്തിട്ട് ഇത്രയും പേർക്ക് വരുന്ന കംപ്ലൈന്റുകൾ കൂടെ റീഫണ്ട് ചെയ്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മിനിമം നിങ്ങളൊരു 1 ഇയർ നിൽക്കണം. ഇപ്പൊ ബോണ്ടും ഇല്ല, ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നിർത്തി. ഇപ്പൊ അന്നും ബോണ്ടും ഒന്നും ഇല്ല, വെച്ചവര് എപ്പോൾ വേണമെങ്കിലും പോയിട്ടുണ്ട്. അതാണ് ഒരു കാര്യം. അവര് സ്വന്തമായി ഒരു മൊബൈൽ എടുക്കണമെന്ന് പറഞ്ഞ ഈ ഒരു കാരണം കൊണ്ടാണ്. അതിപ്പോഴാണ് ഒരു 6 മാസമായിട്ടുള്ള ആ ഒരു രീതി വന്നിട്ട്. അതിന് മുമ്പുള്ള ഒരാളും ഒലീവിയയുടെ ഫോൺ വാങ്ങിച്ചിട്ടില്ല. അതും ഇവര് തിരിച്ചു പോകുമ്പോൾ യൂസ്ഡ് ആയിട്ട് വരുന്ന റേറ്റ് എത്രയാണോ അത് കൊടുക്കാവുന്നുള്ള ധാരണയിൽ തന്നെയാണ് മൊബൈൽ എടുക്കാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ എത്രയോ പേര് കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കി ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, എത്രയോ പേര് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വർക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ വാങ്ങിക്കാറില്ലേ? അതേപോലെ ഞാൻ കസ്റ്റമറെ കൊടുക്കുന്നു, ഞാൻ കൊടുക്കുന്നത് 8-10 അല്ല 40,000 രൂപ കമ്മീഷനായിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ജോലി സംബന്ധമായി ഒരു 8,000 രൂപയുടെ ഒരു ഫോൺ അവരെടുത്തു കഴിഞ്ഞാൽ അവരോട് ഇവിടുന്ന് നാളെ പോകാൻ പറയുന്നില്ല. ആ നാളെ പോകാൻ പറയുന്നവരെ അത് കൊടുത്തും വിടുന്നുണ്ട്. അല്ലാതെ അവർക്ക് 5 വർഷം നിന്നോട്ടെ, അപ്പോഴത്തേക്ക് ആ ഫോണിന്റെ ഉപയോഗം പിന്നെ എന്ത് ചെയ്യും? 5 വർഷം ആകുമ്പോഴത്തേക്ക് ആ ഫോൺ എന്തോ ഉപയോഗിക്കാൻ പറ്റും? അവര് പോയി കഴിയുമ്പോൾ എന്റെ യൂസിഡിന്റെ റേറ്റ് കൊടുക്കാൻ, എന്റെ കസ്റ്റമറെ കിട്ടാൻ വേണ്ടല്ല ആ ഫോൺ മേടിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. ഓരോരുത്തരും ഇപ്പൊ നമ്മൾ പറയാം, ഒരു കാറിന്റെ ഷോറൂമിൽ നമ്മൾ പോയി കാറിന്റെ വിലയൊന്ന് തിരക്കാൻ പോവാ, പക്ഷെ പിന്നെ നമുക്ക് 1 മാസത്തേക്ക് നമുക്ക് സമാധാനമില്ല. രാവിലെ തൊട്ട് വിളിക്കും, കാർ എടുക്കുന്നോ. അത് അവരുടെ ജോലിയിൽ അവർക്ക് പ്രഷർ കൊടുക്കുക, നിങ്ങൾ 1 മാസം ഇത്ര ഇത് സെയിൽ ചെയ്യണം എന്ന്. ഞാൻ ഇതൊന്നും കൊടുക്കുന്നില്ല. എനിക്ക് ഇവര് വന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി, ഞാൻ കസ്റ്റമറെ കൊടുക്കുവാണ്. അപ്പൊ എന്റേതായിട്ടുള്ള ഒരു കുഞ്ഞു റൂൾ എനിക്ക് വെക്കാൻ പറ്റത്തില്ല എന്റെ സ്ഥാപനത്തിൽ. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം അങ്ങ് മോശമാണ്, അതെല്ലാം അങ്ങ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് സ്ഥാപനം എങ്ങനെയാ? എല്ലാവരും വന്നേരെ, നിങ്ങൾ എല്ലാവരും അഹങ്കാരം കാണിച്ചോ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്നോ, നിങ്ങൾ എല്ലാ കസ്റ്റമറിനെയും ചീത്ത വിളിച്ചോ, മോശപ്പെടുത്തിക്കോ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റുമോ? ഈ പറയുന്ന രീതിയിലുള്ള ടോർച്ചറിങ്, പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് സാലറി കിട്ടുന്നില്ല, കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഓക്കെയാണോ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ യഥാർത്ഥത്തിൽ? അങ്ങനെ ഒരു കമന്റ് ശരിക്കും ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നതെങ്കിൽ ഈ ഓഫീസ് ക്ലോസ് ആയിട്ട് ഇപ്പം 3 ദിവസമായി. ഈ 3 ദിവസമായിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിന്റെ പുറത്തെ ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ഇട്ടിട്ട് പോവാം. ഞങ്ങൾ ആരും പോയിട്ടില്ല. കാരണം ഞങ്ങൾ ആ രീതിയിലല്ല ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് ഇത്രയും ഞങ്ങൾ ഏൺ ചെയ്യുന്നുണ്ട്. ആ ഏണിങ്സിൽ വേറെ ആർക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി തരാൻ പറ്റത്തില്ല. ഞങ്ങൾ ചലഞ്ച് ചെയ്യുക, ഞങ്ങളുടെ സാറും മാമും ഞങ്ങൾക്ക് തരുന്ന പോലെ ഇത്രയും ഫ്രീഡത്തിൽ ഇത്രയും ഏണിങ്സോട് കൂടെ ഞങ്ങൾക്ക് ആർക്കും ജോലി തരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പറ്റുമെന്നുള്ളത് ഞങ്ങൾക്കൊന്ന് തരട്ടെ. ഞങ്ങൾ അങ്ങനെ ഒരു ചലഞ്ച് മുന്നോട്ട് വെക്കുവാണ്. ഞാനിപ്പോൾ ഏറി നിൽക്കുന്നൊരു വ്യക്തി, ഞാനൊരു പോസിറ്റീവ് കമന്റ് ഇട്ടു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ എടുത്ത് അത് കാണിച്ചിട്ട് എന്നെ മാക്സിമം ഹറാസ് ചെയ്യുന്നുണ്ട്. പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുന്നുണ്ട്. ഞാൻ പക്ഷെ പിന്നീട് ഒരു കമന്റ് പോലും ഞാൻ പറയാൻ പോയിട്ടില്ല. കാരണം എനിക്കൊരു പോയിന്റ് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ അവിടെ പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. അതിന്റെ പേരിൽ തന്നെ ഒരുപാട് ഹറാസ് ചെയ്യുന്നുണ്ട്. മെന്റലി ആയാലും നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ എനിക്കിത് മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. ഇത്രയും പെൺകുട്ടികൾക്ക് ജീവിതം കൊടുത്തൊരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങൾ പടുത്തുയർത്തിയതാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഒരു ടോർച്ചർ കൊണ്ടിട്ട് ഞങ്ങളുടെ എല്ലാവരും ജീവിതം ഇപ്പൊ വഴിമുട്ടി നിൽക്കുന്നത്. ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് പകുതി വഴിക്ക് നിൽക്കുന്നത്. ഇവർക്ക് ആർക്കെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെ ചോദിക്കാനുള്ളത്. ഇവർക്ക് ആർക്കെങ്കിലും ഇത് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ആ ഒരു ചോദ്യം ഞങ്ങളുടെ മുന്നിലുള്ളത്. ഇപ്പൊ നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാര്യം മാഡം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ ഓൺലൈൻ ബിസിനസ് നിർത്തുകയാണ്. പക്ഷെ എനിക്ക് മാഡത്തോട് പറയാനുള്ളത് അതൊരു പരാജയമാണ് അല്ലെ? ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ആരും സമൂഹത്തിൽ ചെയ്തിട്ടില്ല. എല്ലാവരും ഇപ്പൊ എന്നോട് ഇന്നലെ തൊട്ട് എന്നെ ക്രൂശിക്കപ്പെടുന്ന എല്ലാവരും നീ എന്തിനു വില കുറച്ചു? നിനക്ക് വില കൂട്ടി ഞങ്ങളോടൊപ്പം ആ റേറ്റ് കൊടുത്തൂടെ? നീ എന്തിനാ റേറ്റ് കുറച്ച്? അപ്പൊ ഞാൻ വില കുറച്ചത് കൊണ്ടാണ് എനിക്ക് ഇപ്പം ജോയ്സി നാളെ ഇന്നും എന്റെ സ്റ്റാഫാണ്. അപ്പൊ ജോയ്സി ചിന്തിക്കുന്നത് ഞാനിപ്പോ അവളെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ജോയ്സി ചിന്തിക്കുന്നത് നാളെ
ഇവരെ അടവാണ് എന്ന് അവിടെ മനസ്സിലൊരു തോന്നൽ വരത്തില്ലേ. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാൻ പോയിട്ടില്ല. ഈ കുട്ടികളുടെ നമ്പറാണ് എല്ലാ സ്ഥലങ്ങളിലും വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏത് കസ്റ്റമർക്കും അവരോട് ചോദിക്കാം, ഞാൻ ഇതിനെ ടോർച്ചർ ചെയ്ത ഇതെങ്ങനെ എൻ്റെ കസ്റ്റമറിന്റെ ഓർഡർ എടുക്കും. ഞാൻ രാവിലെ തൊട്ട് അതിന് മാനസിക സമ്മർദ്ദം കൊടുത്ത ഇതെങ്ങനെ സന്തോഷത്തോടെ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യുന്നത്, അതാകെ പോത്തില്ല. അപ്പൊ എന്റെ ബിസിനസ്സിന് ഞാൻ കുഴി തോണ്ടു, അത് വിവരമുള്ളവർക്കറിയാം. പിന്നെ ഇവരോട് എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ള കാര്യം, നിങ്ങൾ കല്ല് വാരി ഇട്ടത് ഇത്രയും പേരുടെ ജീവിതത്തിലാണ്. കല്ല് വേണ്ട. എനിക്കിപ്പം 10 ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ ബാധിക്കുന്നവരാണ് ഇവര്. നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ ആര് വേണേലും കൊണ്ടുപോയി കൊടുക്കുക. ഇവർക്ക് ഈ ഫ്രീഡത്തിൽ ഇത്രയും എമൗണ്ട് കൊടുക്കണം, അത് കൊടുക്കണം. 8,000 10,000 എനിക്കും കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇവരെ ഇത്രയും പേരെ ഫിക്സഡ് ആയിട്ട് കൊടുത്ത 8,000 10,000 ഇവർക്ക് ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കാം. 8,000 10,000 ഇവർക്ക് ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കാം. അപ്പൊ അവർക്ക് അതല്ലേ നല്ലത്. അവർക്ക് ജോലി ചെയ്യാതെ ഫിക്സഡ് കിട്ടുന്നില്ലേ, അത് വേണമെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഈ എമൗണ്ടോട് കൂടി, ഈ ഫ്രീഡത്തോടു കൂടി ഞാൻ കരുതിയത് പോലെ ഇവരെ കരുതി ജോലി കൊടുക്കാമെങ്കിൽ സന്തോഷത്തോടെ ഞാൻ അവരുടെ കൂടെ ഇവരെ പറഞ്ഞു വിടാം. എന്നിട്ട് ഞാൻ വെബ്സൈറ്റിലോട്ട് കയറി എൻ്റെ ബിസിനസ് ഈസി, എൻ്റെ ബിസിനസ്സിനെ ബാധിച്ചിട്ടേ ഇല്ല. എന്റെ കസ്റ്റമേഴ്സ് സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ബാധിക്കുന്നത് ഇപ്പൊ ഇവരെയും അതേപോലെ തന്നെ എൻ്റെ വിലക്കുറവിനെയാണ്. ഞാൻ വില കുറയ്ക്കുന്നത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്, അത് മറ്റൊരാൾക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതാണ് പ്രശ്നമെങ്കിൽ, ഈ കുട്ടികളാണ് പ്രശ്നമെങ്കിൽ, ധൈര്യത്തോടെ നിങ്ങൾ ഓരോരുത്തരും വന്ന് ഇവർക്ക് ഇവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ പോലെ ജോയ്സി പറഞ്ഞ പോലെ, ജോയ്സിക്ക് 13 ദിവസം കൊണ്ട് എത്രയായിരുന്നു ജോയ്സി? അത് കൊടുക്കണം. 13 ദിവസം കൊണ്ട് 19,500 രൂപ കിട്ടുന്ന രീതിയിലുള്ള ജോലി കൊടുക്കണം. അത് കൊടുക്കാൻ ആര് തയ്യാറാണെങ്കിലും ഞാൻ ഇവരെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി തരാൻ തയ്യാറാണ്. അവർക്ക് ആ സന്തോഷവും കൊടുക്കുക. അത് മാത്രമേ ഈ കമന്റ് ഇടുന്നവരോടും ഇവരോടും പറയുന്നുള്ളൂ.